ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം 9 മണി. അങ്ങനെ ഫൈനൽ ലാപ്പ് ബാക്ക് ടു ഡൽഹി. പ്രസന്റ് സിറ്റി ഈസ് അഹമ്മദാബാദ്. അഹമ്മദാബാദിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് ഒരു 15 മണിക്കൂർ യാത്രയുണ്ട് ഡൽഹിക്ക്. ഇന്നലെ രാത്രി 1:30 ആയപ്പോഴത്തേക്ക് അഹമ്മദാബാദ് എത്തി ഫ്രം മുംബൈ. ഇവിടെ വന്ന് ട്രീബോർഡ് ഒരു ഹോട്ടലിൽ സ്റ്റേ അടിച്ചു. 2800 രൂപ കൊടുത്ത് ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പൊ അങ്ങനെ ഗുജറാത്തിലാണ്, അഹമ്മദാബാദ്. പൊതുവെ നല്ല വൃത്തിമേനയുള്ളൊരു സിറ്റിയാണ്. ഇറ്റ്സ് എ പ്ലാന്റ് സിറ്റി. ഈ പ്ലാന്റ് സിറ്റി എന്നുള്ളതിന്റെ ഒരു ഇത് അറിയാനുണ്ട്. എല്ലാം വെൽ ഓർഗനൈസ്ഡ് ആണ്. അത്ര വലിയ ക്രൗഡും ബഹളമൊന്നുമില്ല. മുംബൈ കണക്കുള്ള ബഹളമൊന്നുമില്ല. വെരി നൈസ് സിറ്റി. രാജ്യം ഭരിക്കുന്നവരുടെ സംസ്ഥാനം മോദിജിയുടെ ഗുജറാത്ത്. സിറ്റിയെല്ലാം വെൽ പ്ലാൻഡ് ആണ്. വളരെ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല ഡെവലപ്മെന്റ് ഉള്ള സിറ്റിയാണ് അഹമ്മദാബാദ്. രാവിലെ തന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പൊതുവെ ഗുജറാത്തീസ് കമ്പയർഡ് ടു അതേഴ്സ് വ്യത്യസ്തമാണ്. ഈ ഒരു യാത്രയില് വെസ്റ്റേൺ സ്റ്റേറ്റ്സ് കവർ ചെയ്താ വന്നുകൊണ്ടിരുന്ന ഫോളോയിങ് ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ ഡബിൾ ഡെക്കർ. ഓക്കെ, ഡബിൾ ഡെക്കറിന്റെ ഇലക്ട്രിക് ബസ്. ഓക്കെ, ഇത് ഞാൻ ആദ്യമായിട്ട് കാണാം. കുട്ടികളുടെ ബസ്സാണ് അത്. കുഞ്ഞു കുട്ടികളെയും കൊണ്ടാവോ? ഇങ്ങോട്ടല്ലേ ഒരു ലെവൽ ക്രോസ് വരിക. ഏതാണ്ട് ഇൻഡോർ സിറ്റി പോലെയൊക്കെ തന്നെ ഇതും കാണുമ്പോ തോന്നുന്നത്. സിറ്റി നല്ല വൃത്തിയുണ്ട്. സമയം 9:20. ഇതാണ് സബർമതി നദി. ഇതൊക്കെ കേട്ടിട്ടേ ഉള്ളൂ, പുസ്തകത്തിൽ വായിച്ചിട്ടേ ഉള്ളൂ. ഇപ്പൊ നേരിട്ട് കണ്ടു. സബർമതി നദി, അഹമ്മദാബാദ്. വലിയ നദിയാണ്, ഒരു രക്ഷയില്ല. ഇവിടെ നടക്കാനുള്ള ഫുട്പാത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെൽ ഓർഗനൈസ്ഡ്. സമയം 10 മണിയായി. അങ്ങനെ അഹമ്മദാബാദ് സിറ്റിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞു. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഹിമ്മത്ത് നഗർ, വിച്ച് ഇസ് അഗൈൻ 55 കിലോമീറ്റേഴ്സ് ഫ്രം ദിസ് പോയിന്റ്. അതിനുശേഷം ഉദയ്പൂർ വരും. അങ്ങനെയാണ് ഇതങ്ങ് ഡൽഹിക്ക് പോകുന്നത്. ഡൽഹിക്ക് ഇനി ഏതാണ്ട് 885 കിലോമീറ്റേഴ്സ് ഉണ്ട്. രാത്രി 12:30 മണിയോടുകൂടി ഇങ്ങനെ കണ്ടിന്യൂസ് ഓടി പോകാണ്ടെങ്കിൽ എത്തും. ഡൽഹിയിലെ ഗുജറാത്തിലെ റോഡ്സ് ആർ റിയലി ഗുഡ്. അതുകൊണ്ട് യാത്ര ഒരു പ്രശ്നമേ അല്ല. നല്ല റോഡ്സാണ്. ഗുജറാത്ത് സ്റ്റേറ്റിൽ കയറിയ ശേഷമുള്ള റോഡ്സ് എല്ലാം വളരെ മികച്ചതാണ്. ഈ ഗുജറാത്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് രാജസ്ഥാനാണ്. അവിടെ റോഡ്സ് നല്ലതാണ്. സോ ജേർണി ഈസ് നോട്ട് എ പ്രോബ്ലം. നമുക്ക് സുഖമായിട്ട് നല്ല കണക്ക് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് ഓടിച്ചു പോവാം. ഇവിടെ അങ്ങ് മഴയില്ല. മഴയെല്ലാം മഹാരാഷ്ട്ര വരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഇവിടെ എല്ലാം ഡ്രൈ ആണ്. ഇവിടെ അങ്ങ് മഴയുടെ ഒരു ലക്ഷണവും കാണുന്നില്ല. സമയം 10:45. ഇപ്പോഴും ഗുജറാത്തിലാണ്. കടിവാല സ്ഥലത്തിൻ്റെ പേര്. ഇപ്പം വാഷ്റൂമിലൊക്കെ പോകാനായിട്ട് ഒരു പമ്പിൽ നിർത്തിയതാണ്, BP-യുടെ ഭാരത് പെട്രോളിൻ്റെ. ഇവിടെ അങ്ങ് മഴയൊന്നുമില്ല, നല്ല ചൂടാണ്. അതിപ്പോ വിരിഞ്ഞതാ. സമയം 11:45. ഇപ്പൊ യാത്ര തുടരുകയാണ്. ഇപ്പൊ ഗുജറാത്തിലാണ്. ഇവിടെ മഴയൊന്നും ഇല്ല, നല്ല വരണ്ട കാലാവസ്ഥയാണ്. ഇറ്റ്സ് അബ്സല്യൂട്ട്ലി ഡ്രൈ. നല്ല ചൂടുമുണ്ട്. ഇനി അടുത്ത മെയിൻ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഉദയ്പൂരാണ്. ഇതിപ്പോ നാഷണൽ ഹൈവേ 48.
സമയം 12:45. അങ്ങനെ ഗുജറാത്ത് സ്റ്റേറ്റ് വിട്ടു. ഇപ്പൊ ലിക്കർ ഷോപ്പൊക്കെ കണ്ടു തുടങ്ങി. ഗുജറാത്ത് ഡ്രൈ സ്റ്റേറ്റ് ആണ്, അതിൻ്റെ അർത്ഥം ഇതിപ്പോൾ രാജസ്ഥാനിലാണ്. നൗ ഹെഡിങ് ടുവേർഡ്സ് ഉദയ്പൂർ. നമ്മൾ ഉദയ്പൂർ സിറ്റി കയറത്തില്ല, ബൈപ്പാസ് വഴി ഞാൻ പോകത്തേ ഉള്ളൂ. എനിവേ നൗ വി ആർ ഒഫീഷ്യലി ഔട്ട് ഫ്രോം ഗുജറാത്ത് സ്റ്റേറ്റ്. പ്രസന്റ് സ്റ്റേറ്റ് ഇസ് രാജസ്ഥാൻ. റോഡ് കണ്ടീഷൻസ് ആർ പ്രിറ്റി ഗുഡ്. വെളിയിൽ നല്ല ചൂടാണ്. ഇപ്പം മൈലേജ് ഒക്കെ ഡ്രോപ്പായി. ഇപ്പം 19.5 ആയി. സമയം 1 മണിയായി. ഇപ്പം ഉദയ്പൂർ അടുത്തോണ്ടിരിക്കുകയാണ്. ഡൽഹിയിൽ നിന്ന് നാട്ടിലേക്ക് ഓടിച്ചു പോകാനായിട്ട് പ്ലാൻ ചെയ്യാന്നുണ്ടെങ്കിൽ പരിഗണിക്കാവുന്ന ഒരു റൂട്ടാണിത്. ഈ റോഡ് കണ്ടീഷൻസ് എല്ലാം നല്ലതാണ്. രാജസ്ഥാനിലും ഗുജറാത്തിലും ഒക്കെ റോഡ് കണ്ടീഷൻസ് വളരെ നല്ലതാണ്. മഹാരാഷ്ട്രയിൽ ഇറ്റ് ഈസ് അണ്ടർ കൺസ്ട്രക്ഷൻ. എന്നാലും ഓടിച്ചു പോകുന്നേ ഉള്ളൂ. ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദ് ടു മുംബൈ ടു ഗോവ. നാഷണൽ ഹൈവേ 66 മുംബൈയിൽ നിന്ന് തുടങ്ങി അങ്ങ് ഗോവ വരെ നല്ല റോഡാണ്, വളരെ മികച്ച റോഡാണ്, നല്ല സീനിക്കാണ്. അതിനുശേഷം അതിൻ്റെ കണ്ടിന്യൂഷൻ അങ്ങ് ഗോവയിൽ നിന്ന് കാർവാർ വഴി കർണാടകം, പിന്നെ അങ്ങ് മംഗലാപുരം വരെ ഉണ്ട്. മംഗലാപുരത്ത് നിന്ന് പിന്നെ കാസർഗോഡ് കടന്ന് കോഴിക്കോട് കടന്ന് അങ്ങ് കേരളത്തിലേക്ക്. നല്ല സൂപ്പർ റൂട്ടാണിത്. 2:10 അങ്ങനെ ഉദയ്പൂർ സിറ്റി അടുപ്പിച്ചിരിക്കുകയാണ്. ഉദയ്പൂർ സിറ്റിക്ക് അകത്ത് പോകാനായിട്ട് ഇനി 15 കിലോമീറ്റർ ഉണ്ട്. ഇപ്പോൾ ഔട്ട്സ്കേർട്സിലാണ് ഉദയ്പൂർ. നല്ലൊരു ബ്യൂട്ടിഫുൾ സിറ്റിയാണ്, നല്ല മനോഹരമാണ്. ഇതിനെ ലേക്ക് സിറ്റി എന്നറിയപ്പെടുന്ന ഇഷ്ടംപോലെ ലേക്സ് ഉണ്ട് ഇവിടെ. അതുപോലെ നല്ല പച്ചപ്പുണ്ട്. ക്ലൗഡിയാണ്, പക്ഷേ മഴയൊന്നുമില്ല. നല്ല ഡ്രൈ ആയി കിടക്കുക. ഇവിടെ അങ്ങനെ ഇതായിട്ടില്ല. സമയം 5:40. ചിത്തോടുകട ആയതേ ഉള്ളൂ. അല്പം ഡിലേ ആയിട്ടാണ് പോകുന്നത്. ഇടയ്ക്ക് വെച്ച് ഉദയപൂർ നിർത്തി ലഞ്ചൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂ ആണ്. ഇനി 600 കിലോമീറ്റർ പോകാനുണ്ട്. മിക്കവാറും നേരം വെളുക്കും അങ്ങ് ഡൽഹി എത്താൻ. റോഡ് കണ്ടീഷൻസ് എല്ലാം നല്ലതാണ്. ഇത് ഈ റൂട്ട് ചിത്തോഡ്ഗഡ് വന്ന് കിഷൻഗഡ് വന്ന് ജയ്പൂർക്ക് പോവും. ഇത് കംപ്ലീറ്റ് നാഷണൽ ഹൈവേ 48 തന്നെയാണ്. ഇപ്പോൾ ഒരു മെയിൻ ഡിസ്റ്റൻസ് കവർ ചെയ്യാനുള്ളത് ജയ്പൂരാണ്. മണി 7 7 PM. ജയ്പൂർക്ക് ഇനി 188 കിലോമീറ്റർ. കിഷൻഗഡ് അടുത്തോണ്ടിരിക്കുകയാണ്. ഇത് അജ്മേർ ജയ്പൂർ ഹൈവേ ആണ്. നാഷണൽ ഹൈവേ 48 ആണ്. 7 മണിയായിട്ടും വെളിച്ചമുണ്ട്, അങ്ങനെ ഇരുട്ടി തുടങ്ങിയിട്ടില്ല. സമയം 7:45. അങ്ങനെ അജ്മേർ എടുത്തിരിക്കുകയാണ്. ഇവിടുന്ന് ലെഫ്റ്റ്, ഈ ഹൈവേ ലെഫ്റ്റ് പോകുന്നത് നസീറാബാദ് അജ്മേറിലേക്ക് പോകും. നമുക്ക് ഇവിടുന്ന് നേരെയാണ് പോകേണ്ടത്, ഡൽഹി, ടുവേർഡ്സ് ഡൽഹി. ഇരുട്ടിക്കൊണ്ടിരിക്കുകയാണ്. റോഡിൽ അത്യാവശ്യം തിരക്കുണ്ട്. സമയം 8:45. ഇവിടെ ഒരു മണിക്കൂർ ജാമാണ് ഗൂഗിളിൽ കാണിക്കുന്നത്. ഇപ്പോൾ നാഷണൽ ഹൈവേ 48 ടുവേർഡ്സ് ജയ്പൂർ അടുത്തോണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു ജാം എന്ന് പറയുന്നത് ഏതാണ്ട് 1 മണിക്കൂറൊക്കെയാണ് ഗൂഗിളിൽ കാണിക്കുന്നത്. ഇപ്പോൾ ദൈവം സഹായിച്ച് കുറച്ച് മൂവ് ചെയ്യുന്നുണ്ട്. ഇനിയും കുറേ ദൂരം താണ്ടാനുണ്ട്. ഒന്നും ചെയ്യാല്ല, പെട്ട് കിടക്കുക. മണി ഇപ്പോൾ 9:10. 42 മിനിറ്റിന്റെ ജാമാണ് ഇവിടെ കാണുന്നത്. വഴിയിലാണെങ്കിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായ ഒരാൾ അവിടെ അപ്പുറത്ത് കുറച്ച് മാറി മരിച്ചു കിടപ്പുണ്ട്. ഇപ്പൊ കാണിക്കുന്നത്
വീട് വരെ ഡൽഹി വരെ ഏതാണ്ട് 7.5 മണിക്കൂർ സമയമെടുക്കും. ആകെ പെട്ട് കിടക്കുക. റോങ് സൈഡിൽ കൂടെ അപ്പുറത്തുനിന്ന് വണ്ടികളൊക്കെ പോകുന്നുണ്ട്. ഒരാൾ കുറച്ച് പുറകിലോട്ടായിട്ട് അവിടെ മരിച്ചു കിടപ്പുണ്ട് ആക്സിഡൻ്റായിട്ട്. മണി 10:30 1 മണിക്കൂർ ജാമിൽ പെട്ടതിന് ശേഷം പയ്യെ ജാമെല്ലാം റിലീസായി. ഇപ്പോൾ അങ്ങനെ ജയ്പൂർ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ജയ്പൂർ സിറ്റി കയറില്ല, പക്ഷെ ഒരുപാട് ലേറ്റായി. ഇനി ഏകദേശം 6.5 മണിക്കൂർ യാത്രയുണ്ട്. വെളുപ്പാങ്കാലമാകും അങ്ങ് ഡൽഹി എത്താൻ. എവിടെയും നിർത്തുന്നൊന്നുമില്ല, കണ്ടിന്യൂസ് ഓടിച്ചങ്ങ് പോവുകയാണ്. ഇതുവരെ ഈ ട്രിപ്പ് 4865 കിലോമീറ്റർ ഓടി. മണി 12:10. അങ്ങനെ ഓടിച്ച് ജയ്പൂർ സിറ്റി എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് നല്ലൊരു ഓട്ടോ ഉണ്ട്. 3-4 മണിക്കൂർ ഓട്ടോ ഇനിയുണ്ട്. വെളുപ്പിന് 5-5:30 ആകുമ്പോഴത്തേക്ക് ഡൽഹി എത്തും. സമയം 1:30 രാത്രി. അങ്ങനെ ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയിൽ എൻട്രി എടുത്തു. ഇനി ഒരു 4 മണിക്കൂർ യാത്രയുണ്ട്. ഓൾമോസ്റ്റ് 240 കിലോമീറ്റേഴ്സ് കവർ ചെയ്യണം. സമയം 2:10. നല്ല ഉറക്കം വന്നു. പയ്യെ റെസ്റ്റ് റൂമിൽ എക്സിറ്റ് ചെയ്ത് ഇവിടെ പാർക്കിങ്ങിൽ അങ്ങ് നിർത്തി. ഒരു 10 മിനിറ്റ് ഉറങ്ങിയിട്ട് പോവാം. ഗുഡ് മോർണിംഗ്. ഇന്ന് 30 ജൂൺ 2024. സമയം 6:55. അങ്ങനെ 19 തീയതി ജൂൺ 19 2024 സ്റ്റാർട്ട് ചെയ്ത യാത്ര 5215.4 കിലോമീറ്റർ കവർ ചെയ്ത് അങ്ങനെ സേഫായിട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്. അങ്ങനെ ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നു.